ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. ഞാൻ മൂന്നാറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മൂന്നാർ വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താനാണ് വന്നത്. അതായത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്. എല്ലാവർക്കും അറിയായിരിക്കും ഇരവികുളം നാഷണൽ പാർക്കിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലമാണ്, അതുപോലെ വരയാടുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും, അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് ടൈമിൽ പോകണം, അവിടുത്തെ എൻട്രി ടിക്കറ്റ് എങ്ങനെയാണ്, എപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ടിട്ടോ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാറത്തെ ഇരവികുളം നാഷണൽ പാർക്കിന്റെ എൻട്രൻസ് കേട്ടോ. നമ്മുടെ ഈ ഒരു നാഷണൽ പാർക്കിലേക്കുള്ള ദൂരം മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മുടെ റൂട്ട് നോക്കുകയാണെങ്കിൽ ഉടുമ്പൽപേട്ട റൂട്ടാണ് നമുക്ക് വരേണ്ടത് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 11 മണി സമയത്താണ് ഇവിടെ എത്തിയത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽസിന് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നത്. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ്ലെസ് ആണ്. അതായത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഒരു QR കോഡ് കാണിക്കും. UPI പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ജ്യൂസ് കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെടുത്ത ടിക്കറ്റ് ഇതേ 2 അഡൽട്ടും ഒരു ചൈൽഡും ആണ്. അങ്ങനെ 550 ആണ്, 550 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത്. പൊതുവേ മൂന്നാർ ഏരിയയിൽ റേഞ്ച് കുറവായത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജിയോയ്ക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാനായാലും ജിയോയ്ക്ക് റേഞ്ച് ഉണ്ട്. വെർച്വൽ റിയാലിറ്റി തിരിച്ചു വരുമ്പോൾ കണ്ടോ എല്ലാം കണ്ടിട്ട് പോകണം. ബട്ട് ഇത് സെപ്പറേറ്റ് ടിക്കറ്റ് 10 മിനിറ്റ് എക്സ്പീരിയൻസ്. ഇത് ക്യാബ് അനിമേഷൻ ഇല്ല, ഡ്രോൺ ഷൂട്ട്, റിയൽ എക്സ്പീരിയൻസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ അവർ പറഞ്ഞു തരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളത് ക്യൂ നിൽക്കാനായിട്ട് മുമ്പോട്ട് പോകണം. ഇത്രയും ക്യൂ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ 11 മണിക്ക് വന്നെങ്കിലും ഏകദേശം 1.5-2 മണിക്കൂറോളം നമ്മൾ ക്യൂവിനകത്ത് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഇവിടെ വന്നപ്പോൾ കണ്ട അവസ്ഥയാണിത്. ഫുള്ള് നല്ല തിരക്കാണ്. സാറ്റർഡേ ആണ് നമ്മൾ വന്നത്, അതുകൊണ്ട് തന്നെ സാറ്റർഡേ നല്ല തിരക്കാണ്. പിന്നെ ഈ ക്യൂവിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആനമുടി പീക്കിൻ്റെ ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാമെങ്കിലും അത്യാവശ്യം നമ്മൾ ഇവിടെ നിന്ന് മടുത്തു. പിന്നെ നമുക്കിത് ഇതുപോലുള്ള ബസ്സിൽ കയറിയിട്ടാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് നമ്മൾ മേളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ബസ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത്. അല്ലാതെ നോർമൽ ഡേയ്സിലൊക്കെ നമുക്ക് ഇത്രയും ക്യൂ നിൽക്കേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. എന്തായാലും നമുക്കിത് ബസ് കിട്ടി. ബസ്സിനകത്ത് കയറി എല്ലാവരെയും ഇരുത്തി തന്നെയാണ് കൊണ്ടുപോകുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ നമുക്ക് എൻട്രൻസ് തരത്തുള്ളൂ. നമ്മൾ ഈ ടോപ്പിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ബസ്സിലിരിക്കുമ്പോൾ 2 സൈഡിലും തേയിലത്തോട്ടത്തിൻ്റെയും പിന്നെ ആനമുടി പീക്കിൻ്റെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ ഇതുപോലെ ട്രക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന കാഴ്ച നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല അഗാധമായ കുഴിയാണ്. അപ്പോൾ ഇവരുടെ മുഖം കാണുമ്പോൾ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം വലിയ കുഴിയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ടോപ്പ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ല ഒരു കഫേ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ടീ, കോഫി, അത്യാവശ്യം സ്നാക്സും കേക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിക്കാതെയാണ് വന്നത്. ഇത്രയും ലേറ്റ് ആവുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒരു കേക്കും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നേരെ നടന്ന് മേളിലേക്ക് കയറുകയാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ബോർഡ് കാണാം, വരയാടുകളെ തൊടാൻ പാടില്ലെന്ന്. പക്ഷേ തുടക്കത്തിൽ നമുക്ക് വരയാടുകളെ ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് തുടക്കത്തിൽ മുകളിലേക്ക് നടന്ന് കയറുമ്പോൾ കാണാൻ കിട്ടുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് പോയിന്റിലേക്ക് നമുക്ക് എത്താനുള്ളൊരു ദൂരം. അതിനുശേഷം ഇവിടെ എത്തിയതിന് ശേഷം നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്ന പോലെ റോഡിലൂടെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം മുകളിലേക്ക് പോയിട്ടാണ് വരേണ്ടത്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലുള്ള ഹട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് ആൾക്കാർ 2 സൈഡിലായിട്ട് വിശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ശരിക്കും നമ്മൾ ഇതുവഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് വരയാടിനെ കാണേണ്ടതാണ്. വരയാടിന് നമുക്ക് ശരിക്കും വരുന്ന സമയത്ത് ഞാൻ മുമ്പൊക്കെ വന്നപ്പോൾ ഈ 2 സൈഡിലും വരയാടുകൾ ഒരുപാട് ഉണ്ടായിരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വെയിൽ ഉള്ളൊരു സമയമാണ്, അതായത് മഴയില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ മഞ്ഞൊന്നും മൂടിയിട്ടില്ല. നമുക്ക് അതുകൊണ്ട് നല്ല ലോങ് സൈറ്റിലുള്ള വ്യൂ വരെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് നീലക്കുറിഞ്ഞിയുടെ ഒരു ബോർഡും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, ഇരവികുളം നാഷണൽ പാർക്ക് ഫേമസ് ആയത് നീലക്കുറിഞ്ഞി കൊണ്ടാണ്. നീലക്കുറിഞ്ഞിയും വരയാടിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന സീസൺ ആകുമ്പോഴത്തേക്കും ഈ മല മൊത്തം ഒരു നീല കളറിൽ ഫുള്ള് പൂത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കിട്ടും. ഈ കാണുന്ന വെള്ളം കണ്ടോ, ഇതൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടേക്കുന്നതാണ്. എപ്പോഴും 24 hours ഇവിടെ വെള്ളം വീണുകൊണ്ടേയിരിക്കും. അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാം.
പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ്, നമ്മൾ കുറച്ച് മേളിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് വരയാടുകളെ കാണാൻ പറ്റി കേട്ടോ. വരയാടുകളെ കണ്ടു നിന്നപ്പോഴാണ് ഈ ഒരു ആട് കണ്ടോ റോഡിലൂടെ നടന്നു വന്നിട്ട്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാട്ടിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇതിനകത്തൂടെ കയറി പോകാൻ പറ്റും എന്നുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇതിനകത്തൂടെ കയറാൻ പറ്റത്തില്ല. കുറച്ച് നേരം ശ്രമിച്ചു നോക്കി ഇതിനകത്തൂടെ കയറാൻ പറ്റുമെന്നുള്ള പണിയെല്ലാം നോക്കി, പക്ഷേ നടന്നില്ല. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാട്ടാടാണ് ഈ വരയാട്, അല്ലെങ്കിൽ നീലഗിരി താർ എന്ന് പറഞ്ഞ ഈ ആട് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ലൊരു സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മൂന്നാറിലുള്ള ഇരവികുളം നാഷണൽ പാർക്കിലാണ്. പിന്നെ ഈ വരയാടുകളെ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് കേട്ടോ. പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലഘട്ടങ്ങളിൽ ഈ വരയാടുകളുടെ പ്രജനന കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് സന്ദർശകരെ പ്രവേശിക്കുന്നതല്ല കേട്ടോ, അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ആരും ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട. അതായത് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറിഞ്ഞി ഗാർഡൻ എന്നൊരു ബോർഡ് കാണാം. അതായത് ഈ ബോർഡ് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ് കുറിഞ്ഞിപ്പൂക്കൾ പോകുന്നത്. പിന്നെ അത് അത്യാവശ്യം ഒരു കുപ്പി വെള്ളം എടുത്ത് കൈ കരുതുന്നത് നന്നായിരിക്കും. അതായത് നല്ല ദൂരമുണ്ട് നമുക്ക് അവിടെ നടന്ന് കയറി വരാനായിട്ട്, അതുകൊണ്ടൊരു വെള്ളം അത്യാവശ്യം കൈ കരുതാൻ മറക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 6560 അടി ഹൈറ്റാണ് വരുന്നത്. അതായത് മീറ്റർ കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2000 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം ടോപ്പ് പോയിന്റിലെത്തിയാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടുന്ന് ബസ്സിൽ കയറി വന്നിട്ട് അവിടുന്ന് നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളും ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ കുറേ ബോർഡുകളും ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള മലനിരകളുടെ, പശ്ചിമഘട്ട മലനിരകളുടെ ആനമുടി പീക്കിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രവേശനം ഇതുവരെയുന്നത്, അതായത് സന്ദർശകരുടെ പ്രവേശനം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. അതായത് കുറേ വണ്ടികളൊക്കെ അങ്ങോട്ട് കുറേ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് പോകുന്നൊരു കാഴ്ച ഞാൻ കണ്ടു കേട്ടോ, അതാ പറഞ്ഞത്. ഇവരെ കണ്ടോ, ഇവരൊരു ഗ്രൂപ്പായിട്ട് വന്നവരാണ് കേട്ടോ. അവരിവിടെ വന്ന് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ മൂന്നാർ വരുമ്പം കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ ഒരു ബോർഡിൽ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള തിരക്ക് ഒരുപാട് പേരെ കാണാം. നമ്മളെന്തായാലും അവിടെ ഗ്രൂപ്പിൻ്റെ തിരക്കായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇത് ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. ആ കാണുന്ന ഒരു ആർച്ചിനകത്തോട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ നീലക്കുറിഞ്ഞി ഗാർഡനകത്തോട്ട് കയറുന്നത്. ഈ നിൽക്കുന്നതെല്ലാം നീലക്കുറിഞ്ഞി പൂക്കുന്ന, അതായത് നീലക്കുറിഞ്ഞി ചെടികളാണ് നിൽക്കുന്നത്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തോടെ കയറി നമുക്ക് ഒരു റൗണ്ട് ചെയ്ത് അപ്പുറം സൈഡിൽ കൂടെ വന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സൗകര്യം ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നീലക്കുറിഞ്ഞി പൂക്കളെ കുറിച്ച് പറയണ്ടല്ലോ, അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടിയാണ് ഈ ഒരു നീലക്കുറിഞ്ഞി ചെടികൾ. അപ്പം ഇത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൂന്നാറത്തെ കള്ളിപ്പാറ, ശാന്തമ്പാറ ഏരിയയിലൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്ക് കള്ളിക്കുറിഞ്ഞി എന്ന് പറഞ്ഞ നീലക്കുറിഞ്ഞിയുടെ വേറൊരു ഇനത്തിൽപ്പെട്ട ചെടിയൊക്കെ പൂത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതേ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അല്ലെങ്കിൽ രാജമല എന്നറിയപ്പെടുന്ന ഈ ഒരു ടോപ്പ് പീക്ക് പോയിന്റിൻ്റെ മുകളിൽ കയറി നമ്മൾ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച്, വരയാടുകളുടെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ വരയാടുകളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് നമ്മൾ മറ്റു മൃഗങ്ങളെ കാട്ടിനകത്ത് പോയി കാണുന്നതിനേക്കാളും ഇതിന് ഒരു പേടിയില്ല. നമ്മുടെ അടുത്തൊക്കെ വന്ന് നിൽക്കും, ഫോട്ടോ എടുക്കാൻ ഇവർ പോസ് ചെയ്ത് തരുന്ന രീതിയൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് കണ്ടോ, ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു പോസിൽ നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ മലയുടെ മുകളിലായിട്ട് ഒരു കൂട്ടം വരയാടുകൾ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ ടൈമിംഗ് വരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു 2 മണിക്കൂർ എടുക്കും നമുക്കിതൊന്ന് കയറി കണ്ടിട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം മാനേജ് ചെയ്ത് വേണം നമ്മൾ വരാൻ. 4 മണിക്ക് വന്നാൽ നമുക്ക് എൻട്രി കിട്ടില്ല.
അങ്ങനെ നമ്മൾ ഇതേ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ കയറിപ്പോയത്. അപ്പോൾ തിരിച്ചതേ അതേ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ബസ്സിൽ കയറിയിട്ടാണ് താഴേക്ക് പോകേണ്ടത്. അതായത് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഇവിടെ അതേ ബസ് തന്നെയല്ല, പല ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നീണ്ട ക്യൂ കാണാം. ഇവിടുന്ന് കയറിയിട്ടാണ് നമ്മൾ താഴേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.